അല്ല ഹിന്ദി, പിന്നെ ഉറുദു മിക്സ് ചെയ്തിട്ടുള്ള ഹിന്ദി ഇല്ലേ പാട്ടുകളിൽ ഉറുദു കൂടുതൽ വരും. ചിരി ക്ഷമ പാടുന്നുണ്ടല്ലോ നിനക്ക് ഞാൻ ഒന്ന് പറയട്ടെ, ഒന്ന് ഉറക്കം പറയട്ടെ. എനിക്ക് ട്രോളുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, മാനേജറുടെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഹിന്ദി കൂടുതലായിട്ട് പഠിക്കണം. അപ്പൊ അവന്റെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവര് താമസിച്ചത്. ഇവിടെ അനിയത്തിമാരൊക്കെ IAS-ലൊക്കെ പഠിച്ചായിരുന്നു. കാരണം അവര് അവിടുന്ന് തന്നെ കൂടുതൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പാട്ട് പാടുന്നവരെ ഇവൻ പരിചയപ്പെടുത്തി തന്നത്. അല്ല അത് കൊള്ളാം, പക്ഷെ കണ്ടുപിടിച്ച ഇതും പറയുന്നത് എന്റെ ചേച്ചിന്റെ പോലെ ചെറുതല്ലേ, സെയിം പ്രായം. അപ്പം ജാനകി പ്രായ അമ്മമ്മ നല്ലോണം പാടുന്നുണ്ട്. കാരണം അവർക്ക് അറിയില്ലല്ലോ, അപ്പൊ അവർക്ക് പോലും തിരിച്ചറിയുന്നു പാട്ട് കണ്ടപ്പോ. അതുപോലെ നല്ലതാന്നല്ലേ പറഞ്ഞേ. ഇങ്ങനൊക്കെ ആവുന്നുള്ള എനിക്കറിയില്ല. നിങ്ങൾ പറയും, നിങ്ങളുടെ സ്റ്റോറി പറയും. എന്താ അറിയണ്ടേ നിങ്ങൾ ചോദിക്കുക, ഞങ്ങള് പറയാം. ഫുള്ള് സ്റ്റോറി ആയിട്ടല്ല, അങ്ങനെ പറയാൻ സമയം ഉണ്ടാവില്ലല്ലോ അല്ലേ. നിങ്ങൾ ചോദിക്കുക എന്താണ് അറിയണ്ടത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്കട്ടെ, കട്ടി ചോദ്യം കിട്ടണ്ടേ. ചോദിച്ചോ? ഞാൻ ചോദിക്കണെങ്കിൽ നിങ്ങള് സൗദിയിൽ വെച്ചിട്ടാണ് പരിചയപ്പെട്ടെന്ന് പറഞ്ഞു അല്ലേ? ആരപ്പോ സൗദിയിൽ പഠിച്ചത്? രണ്ടുപേരും സൗദിയിൽ പഠിച്ചത്? പ്ലസ് ടു വരെ. ഓ ഇല്ല, നമുക്ക് ആ വെളിച്ചെണ്ണ കറിയിൽ വയ്ക്കാൻ തന്നെ തലയിൽ വയ്ക്കാം അല്ലേ. എനിക്ക് അങ്ങനെ സെപ്പറേറ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ പിന്നെ അവിടെ അവിടെ ഇല്ലെങ്കിൽ ഇല്ല. ഇനി ക്രിട്ടിക്കൽ ആണെങ്കിൽ ഇവിടുത്തെ എടുത്തോ. അയ്യോ അത് ഇതിങ്ങനെ ഒരു ഇപ്പം നിങ്ങൾ ലെസ്ബിയൻ കപ്പിൾസ് അല്ലേ, ഇത് ഇങ്ങനെ ആയ സമയത്ത് ഇത് എങ്ങനെയാണ് നിങ്ങൾ പ്രസന്റ് ചെയ്തത് വീട്ടില്? അതിനുള്ളൊരു എന്നാലും ഒരു അതൊക്കെ നേരിടണ്ടേ, കാരണം അത് ഒരു സാധാരണ ഒരു ഇതല്ലല്ലോ. ഇപ്പൊ എന്റെ കേസ് ഞാൻ പറയാലോ, എന്റെ ഓർത്തഡോക്സ് ഫാമിലിയാണ്. ഇപ്പൊ ഞാൻ എന്റെ സംഗീതം വരെ നിർത്തിച്ചിട്ടുള്ള ഒരു ഫാമിലിയാണ്. അത്രയും ഓർത്തഡോക്സ്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ഹിന്ദിക്കാരിനെ വരെ കൺവിൻസ് ചെയ്യാൻ ഞാൻ പെട്ട പാടുണ്ടല്ലോ. അവൾ മുസ്ലിമാണ്, മനസ്സിലായില്ലേ? അതുവരെ കാരണം വേറെ ഒന്നുമില്ല, പുറത്തുനിന്നുള്ള ഒരാള് പട്ടാൻ ഫാമിലി എന്തിനാണ് വെറുതെ അങ്ങനത്തെ ഒരു സാധനം വരെന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ പിന്നെ ഭാഷ ഇത് അതായത് നമ്മുടെ കൗമായിട്ട് പോലും കൺവിൻസ് ചെയ്യാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, എനിക്ക് എന്തൊരു വലിയ സ്റ്റേജാണ് നിങ്ങൾ കടന്നുകൂടിയെന്ന് അറിയോ. ഒരു വല്ലാത്ത സ്റ്റേജ് അല്ലേ. ഒന്ന് ബാക്കോട്ട് അടിക്കുമ്പോ അയ്യോ അത് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോഴൊന്നും അതിന്റെ കോൺസിക്വൻസസ് അല്ല, എങ്ങനെയും ഒരുമിച്ച് ആവണം, അങ്ങനത്തെ ഒരു സംഗതിയായിരുന്നു. വേറൊന്നും അല്ലല്ലോ, നമുക്കിപ്പോ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാം, അതല്ലേ ഉള്ളൂ. വേറെ ഇപ്പൊ നമ്മളാരെയും കൊല്ലാനൊന്നല്ലല്ലോ. ഞാൻ ചോദിക്കാൻ പാടണമെന്ന് അറിയില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഹോർമോണിന്റെ ഇത് തന്നെയല്ലേ ഇപ്പൊ? അതൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെന്താണ്, നമുക്കിപ്പോ എല്ലാവർക്കും ഹോർമോൺസ് ഒക്കെ കറക്റ്റ് തന്നെയാണ്. പണ്ടേ തൊട്ട് നമ്മുടെ ഹിസ്റ്ററിയിലും എല്ലാത്തിലും ഹോമോസെക്ഷുവാലിറ്റി എല്ലാതും ഉണ്ട്. അത് ഇതുവരെ ക്യാപ്റ്റൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. ഇവിടെ ഇരിക്കണോട് തുടക്കം അവരവര് അതൊക്കെ റെഡിയാണ്. എന്നാലും ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ. വേണമെങ്കിൽ നമുക്ക് നമ്മളെന്ന് പറഞ്ഞാല് ഞാൻ തുടച്ചോളാം, കുഴപ്പമില്ല. അല്ല ഞാനല്ല ഏത് ടീമാണെന്ന് പറഞ്ഞാലേ, അല്ലാണ്ട് ഇപ്പൊ തുടക്കാൻ ഞാൻ തുണി എടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ, അല്ലാണ്ട് ഇപ്പൊ തുടക്കാൻ ഞാൻ തുടച്ചോളൂ. കിച്ചണോ ബെസലോ ആയിരിക്കും, അല്ല ഫ്ലോർ അല്ലല്ലോ ഇത്. അപ്പൊ കിച്ചൺ അല്ല, വാഷിംഗ് അവരെ കൊണ്ട് വിട്ടാലോ ഇപ്പൊ തുടച്ചിട്ട്. അപ്പൊ അതൊന്നും അവരോട് പറഞ്ഞേക്കേ. ഇന്നിപ്പോ ഞാൻ ഇല്ലൊക്കെ അത് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ലെസ്ബിയൻ ഒക്കെ ആണെങ്കിൽ ഹോർമോണില് വ്യത്യാസം ഉണ്ട്. അപ്പൊ നമ്മള് ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ഹെട്രോ, അതായത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ
ഹോമോ ഇരിക്കട്ടെ, ഞാൻ കേൾക്കട്ടെ. അതെങ്ങനെയാണ് പിന്നെ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ട് തോന്നാത്തതോ? അതായത് ഇപ്പൊ നമ്മളിൽ എല്ലാവരിലും ഉള്ളതാണ്, മനസ്സിലായ? കൂടുതലും ആൾക്കാർ നമുക്കൊന്നും തോന്നുന്നില്ല. നമ്മൾ കണ്ടുവരുന്നത് എന്താണ്, മനസ്സിലായ? മിക്ക ആൾക്കാരും ബൈ ആണെന്ന് പറയുന്നുണ്ട്, ബൈസെക്ഷൽ ആണെന്ന്. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ ഇപ്പൊ നമ്മള് അങ്ങനെയാണ്, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് പക്ഷെ ഹോർമോണിന്റെ സംഗതി ട്രാൻസ്ജെൻഡേഴ്സ് ആണ് എടുക്കുന്നതും അവർ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഉള്ളതൊക്കെ കറക്റ്റ് ചെയ്ത് സെറ്റ് ആക്കുന്നത്. കാരണം ഹോർമോൺ ടാബ്ലറ്റ്സും കാര്യങ്ങളും എടുത്താൽ ഒരു നമ്മുടെ വോയിസും സ്കിന്നിന്റെ ടെക്സ്ചറും അങ്ങനത്തെ എടുക്കേണ്ടി വരും. പിന്നെ അതാണ് ഹോർമോൺ ചേഞ്ചസ് എന്ന് പറയാം. അല്ലാണ്ട് നമ്മളിപ്പോ ഗേ ആയാലോ ലെസ്ബിയൻ ആയാലോ അതൊന്നും ഹോർമോണിന്റെ പ്രശ്നം. ഇക്കാക്കിപ്പ പുള്ളിക്കാരിനോട് ഇഷ്ടം തോന്നിയില്ലേ, അതുപോലെ ഞങ്ങൾക്കൊരു സ്പാർക്ക് തോന്നി. അപ്പൊ അത് നമ്മൾ സംസാരിച്ച് ഓക്കെ നമുക്കപ്പോൾ ഇഷ്ടമാണ്. നമ്മളുടെ ഉമ്മയും വാപ്പ എങ്ങനെ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ഇഷ്ടം പോലെയാണ് നമുക്ക് ഇഷ്ടാവുന്നത്. പിന്നെ നമ്മൾ സംസാരിച്ച് നമ്മൾ മനസ്സിലാക്കുക ചെയ്തത്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഫിസിക്കലി നമുക്കൊരാണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചിന്തിക്കാൻ പറ്റൂല. ഫിസിക്കലി നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്. നേരെ തിരിച്ചും ആലോചിക്കാം, മനസ്സിലായോ? ഒരാളിനെ കണ്ട അങ്ങനെ ആലോചിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലേ? ബുദ്ധിമുട്ടല്ലേ? അതുപോലെ നിങ്ങൾക്കും തിരിച്ച് അതത്രേ ഉള്ളൂ. അല്ലാതെ ഹോർമോണിന് ഇതൊന്നും ഒരു കണക്ഷൻ ഇല്ല. അത് അതിന്റെ ഒരു സയന്റിഫിക് പഠനം നടത്തിയോ നിങ്ങളുടെ ബോഡിയിൽ തന്നെ? അതായത് മീൻസ് ബ്ലഡ് മറ്റു കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തോന്നോ? മുന്നേ തൊട്ടിട്ട് ഇതിൽ ഉള്ളതുണ്ട്, ആൾക്കാരുണ്ട്. അതാണ്. പക്ഷെ അത് ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ കണ്ടു പഴകാത്തോണ്ട് നമ്മൾ ഇങ്ങനെയെന്ന് വിചാരിക്കുന്നത്. അപ്പൊ എന്ത് വിചാരിക്കും? ഒരു ഹോർമോണൽ ട്രീറ്റ്മെന്റ് എടുത്താൽ ഹോർമോൺസ് എടുക്കേണ്ടതുള്ളൂ. അത് ഒരു കാരണം ഇവർക്ക് ഇത് കഴിഞ്ഞാലും ഒരു മരണം വരെ കഴിച്ചുകൊണ്ടിരിക്കണം. അത് വലിയ കാരണം ബുദ്ധിമുട്ടാണ്. അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല എന്നാൽ ഇത് ടാബ്ലറ്റ് എടുക്കുകയും വേണം. കൺവേർട്ട് ആവുമ്പോഴാണ് ഇവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. അതെനിക്കറിയാം. അത് ഞാൻ ഇതേപോലെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. കുറെ ആൾക്കാരൊക്കെ ഭയങ്കര നരകിയ അവസ്ഥയാണ്. നമ്മൾ പേഴ്സണലി നമ്മളെ കുറച്ച് കൂട്ടുകാരുണ്ട് അങ്ങനത്തെ. ചിലര് സർജറി ചെയ്യാൻ വരെ കാലഘട്ടത്തിൽ പേടിക്കുന്നുണ്ട്, എന്തെങ്കിലും തെറ്റായി പോവോന്നൊക്കെ വിചാരിച്ചിട്ട്. പോസ്റ്റ് സർജറി ലൈഫ് ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. എൻ്റെ മൂക്കിനകത്ത് 2 സർജറി കഴിഞ്ഞു. സൈനസ് നിറഞ്ഞിട്ട് ഭയങ്കര അത്യാവശ്യം നല്ല 5-6 മണിക്കൂർ ലെങ്ത് ഉണ്ടായിരുന്ന വലിയ സർജറി തന്നെയായിരുന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ആ സർജറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഈ മൂക്കിൻ്റെ ഇതാണ്ട് പോയതിനു ശേഷം എനിക്ക് ഒന്നാമത്തെ ടോണ് മാറി. രണ്ടാമത് എനിക്ക് എപ്പോഴും എനിക്ക് ഈ അതായത് ഡെയിലി എനിക്ക് മരുന്ന് 2 ദിവസം മുന്നേ 2 ദിവസം കഴിച്ചില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. 2 ദിവസം എനിക്ക് മരുന്ന് കഴിച്ചില്ലായിരുന്നെങ്കിൽ ഭയങ്കര മൂക്ക് ഇങ്ങനെ ഇവിടുന്ന് എയർ സ്റ്റക്കായിട്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും ചീറ്റിക്കൊണ്ടിരിക്കും. അതായത് മൂക്കിൽ നിന്ന് ഇതല്ല വരിക. ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ദേഹത്ത് വീടല്ലോ, അതോ പറഞ്ഞു. ലൈറ്റ് ഓഫ് ആയി ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് കിടലം ഫുഡ് ഉണ്ടാക്കി. നല്ല ഫുഡ് കളിയാ. സീരിയസ്ലി താങ്ക് യു സോ മച്ച്. ഞാൻ ഇനി പൊക്കത്തില്ല. പ്ലീസ് ഒന്നും പറയണ്ട. നീ ഇതിനു മുമ്പ് നോക്കിയോ? ഉള്ള ഇൻഗ്രീഡിയൻസ് അത് കിട്ടാനല്ലേ? രാത്രി എന്ത് വൈബല്ലേ ഇവിടെ. രക്ഷയില്ല. പുറത്ത് നല്ല രസം കാണാൻ.